പരീക്ഷ അടുക്കുമ്പോൾ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, പഠിക്കാൻ ഒരുപാട് ബാക്കിയുണ്ട്, ഇനി എങ്ങനെ തീർക്കും? സത്യത്തിൽ കൂടുതൽ സമയം പഠിക്കുന്നവരാണ് വിജയിക്കുന്നത് എന്നല്ല, ശരിയായ രീതിയിൽ പഠിക്കുന്നവരാണ് കൂടുതൽ ഓർത്ത് വയ്ക്കുകയും നല്ല മാർക്ക് നേടുകയും ചെയ്യുന്നത്. ഈ വീഡിയോയിൽ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ കാര്യക്ഷമമായിട്ട് പഠിക്കാൻ സഹായിക്കുന്ന 7 ടിപ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ജങ്കിങ് മെത്തേഡാണ്. അതായത് നമ്മൾ പഠനം ചെറിയ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുക. ഒരു വലിയ ചാപ്റ്റർ മുഴുവൻ ഒരുമിച്ച് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിന് അത് വലിയ ഭാരമായിട്ട് തോന്നും. അതുകൊണ്ടാണ് പലർക്കും 10 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ മടുപ്പ് തോന്നുന്നത്. അതിനു പകരം ചാപ്റ്റർ ചെറിയ ഭാഗങ്ങളായിട്ട് വിഭജിക്കുക. ഉദാഹരണത്തിന് 30 പേജുള്ള ഒരു ചാപ്റ്റർ ആണെങ്കിൽ അത് 5 പേജുള്ള 6 ഭാഗങ്ങളായിട്ട് മാറ്റുക. ആദ്യത്തെ 5 പേജ് മാത്രം പൂർത്തിയാക്കുക എന്ന ലക്ഷ്യം വയ്ക്കുക. ടിപ്പ് നമ്പർ 2, പ്രൊമഡോറോ ടെക്നിക്ക്. 1 മണിക്കൂർ പുസ്തകത്തിന് മുൻപിൽ ഇരിക്കുന്നത് കൊണ്ട് മാത്രം പഠനം ഫലപ്രദമാകില്ല. ആ സമയത്ത് മനസ്സ് പല സ്ഥലങ്ങളിലും പോകുന്നുണ്ടെങ്കിൽ സമയം പാഴാകും. അതുകൊണ്ട് 25 മിനിറ്റ് ഒരു ടൈമർ വയ്ക്കുക. ആ സമയത്ത് ഫോണ്, സോഷ്യൽ മീഡിയ, സംസാരങ്ങൾ എന്നിവ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. പഠനം മാത്രം. 25 മിനിറ്റ് കഴിഞ്ഞാൽ 5 മിനിറ്റ് എഴുന്നേറ്റ് നടക്കുക, വെള്ളം കുടിക്കുക, കണ്ണുകൾക്ക് വിശ്രമം നൽകുക. ഇങ്ങനെ 4 സെഷൻസ് പൂർത്തിയാക്കിയ ശേഷം 20 മുതൽ 30 മിനിറ്റ് വരെ വലിയൊരു ഇൻ്റർവെൽ എടുക്കാം. ടിപ്പ് നമ്പർ 3, ആക്റ്റീവ് റീകോൾ. പലരും ഒരു പാരഗ്രാഫ് 5 പ്രാവശ്യം വായിക്കും, പക്ഷേ പുസ്തകം അടച്ചു കഴിഞ്ഞാൽ ഒന്നും ഓർമ്മയില്ല. കാരണം എന്താ? അവർ വായിച്ച് മാത്രമാണ് അവർ പഠിച്ചത്. അതിന് പകരം ഒരു ടോപ്പിക്ക് പഠിച്ച ശേഷം പുസ്തകം അടയ്ക്കുക. ശേഷം നമ്മളത് സ്വയമായിട്ട് ചോദിക്കുക, ഇതിൻ്റെ പ്രധാന ആശയം എന്താണ്? ഇതെനിക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് കഴിയുമോ? ഇതിലെ പ്രധാന പോയിൻറ്റ്സ് എന്തൊക്കെയാണ്? അങ്ങനെ പറഞ്ഞ് നോക്കുകയോ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പേപ്പറിനകത്ത് എഴുതുകയോ ചെയ്താൽ നമ്മുടെ ബ്രെയിനിൽ ഈ വിവരങ്ങൾ തിരിച്ച് കണ്ടെത്താനായിട്ട് ശ്രമിക്കും. അതുപോലെ തന്നെ നമുക്ക് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യും. ടിപ്പ് നമ്പർ 4, ഹൈലൈറ്റ് മെയിൻ പോയിൻറ്റ്സ്. ചില വിദ്യാർത്ഥികൾ പുസ്തകത്തിലെ എല്ലാ വരികളും ഹൈലൈറ്റ് ചെയ്യും. അങ്ങനെ ചെയ്താൽ ഹൈലൈറ്റ് ചെയ്തതിൻ്റെ പ്രയോജനം തന്നെ നഷ്ടമാകും. ഹൈലൈറ്റ് ചെയ്യേണ്ടത് പ്രധാന കാര്യങ്ങൾ മാത്രമാണ്. ഉദാഹരണത്തിന് നമ്മുടെ പ്രധാനപ്പെട്ട നിർവചനങ്ങൾ, ഫോർമുലാസ്, വർഷങ്ങൾ, കീവേഡ്സ്, പോയിൻറ്റ്സ്. അപ്പോൾ നമ്മൾ റിവിഷൻ ചെയ്യുമ്പോൾ മുഴുവൻ ചാപ്റ്റേഴ്സും വീണ്ടും വായിക്കാതെ ഹൈലൈറ്റ് ചെയ്ത ഭാഗങ്ങൾ മാത്രം നോക്കിയാൽ മതിയാവും. ഇത് പരീക്ഷയ്ക്ക് മുൻപ് സമയം ലാഭിക്കാനായിട്ട് നമ്മളെ വളരെയധികം സഹായിക്കും. ടിപ്പ് നമ്പർ 5, ഫോണ് മാറ്റിവെക്കുക. ഇന്നത്തെ ഏറ്റവും വലിയ ശ്രദ്ധ തിരിച്ചുവിടൽ മൊബൈൽ ഫോൺ തന്നെയാണ്. ഒരു നോട്ടിഫിക്കേഷൻസ് മാത്രം നോക്കാമെന്ന് കരുതി ഫോൺ എടുത്താൽ 10-15 മിനിറ്റ് നമ്മൾ അവിടെ തന്നെ പോകും. അങ്ങനെ പോകുന്നത് നമ്മൾ അറിയത്തില്ല. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ നോട്ടിഫിക്കേഷൻസൊക്കെ ഓഫ് ചെയ്ത് വെക്കുക. ഫോൺ സൈലൻറ്റ് മോഡിലിടുക. കഴിയുമെങ്കിൽ മറ്റൊരു മുറിയിൽ തന്നെ വെക്കുക. ഓരോ തവണ നമ്മൾ ഫോൺ നോക്കുമ്പോഴും വീണ്ടും നമ്മുടെ പഠനത്തിലേക്കുള്ള ശ്രദ്ധ കൊണ്ടുവരാനായിട്ട് തലച്ചോറിന് കുറച്ച് സമയം വേണ്ടി വരും. അതിനാൽ തന്നെ പഠന സമയത്ത് ഫോൺ കഴിവതും ഒഴിവാക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ടിപ്പ് നമ്പർ 6, ഉറക്കം, വെള്ളം, നല്ല ഭക്ഷണം. രാത്രി മുഴുവൻ ഉറങ്ങാതെ പഠിച്ചാൽ കൂടുതൽ പഠിക്കാമെന്ന് പലരും കരുതുന്നു. പക്ഷേ ഉറക്കം കുറയുമ്പോൾ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ ഉറപ്പിക്കാൻ നമ്മുടെ തലച്ചോറിന് ബുദ്ധിമുട്ടാകും. അപ്പം ദിവസവും 7-8 മണിക്കൂർ ഉറങ്ങുക. പഠിക്കുന്നതിനിടയിൽ ആവശ്യത്തിന് വെള്ളം കുടിക്കുക. കൂടാതെ പഴങ്ങൾ, പച്ചക്കറികൾ, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ എന്നിവ കഴിക്കുന്നത് ബ്രെയിനിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടും. ആരോഗ്യമുള്ള ശരീരത്തിലാണ് മികച്ച പഠനശേഷി ഉണ്ടാകുന്നത്. നമ്പർ 7, ദിവസാവസാനം ഒരു 10 മിനിറ്റ് നമ്മൾ റിവിഷൻ ചെയ്യുക. അടുത്ത ദിവസം ഒരു 5 മിനിറ്റ് കൂടി അത് ഓർത്തെടുക്കുക. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും നമ്മൾ റിവിഷൻ ചെയ്യുക. ഇങ്ങനെ റിവിഷൻ ചെയ്യുന്ന ഈ രീതിയിലൂടെ നമുക്ക് പഠിച്ച ദീർഘകാലം നമ്മുടെ ഓർമ്മയിൽ നിലനിർത്താനായിട്ട് സാധിക്കും. റിവിഷൻ ഇല്ലാത്ത ഒരു പഠനം എന്ന് പറയുന്നത് വെള്ളം ഒഴിക്കാത്ത ഒരു ചെടി പോലെയാണ്. അപ്പോൾ ഈ 7 ടിപ്സുകൾ നമ്മൾ സ്ഥിരമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പരിശീലിച്ച് നോക്കുക. ഇങ്ങനെ നിങ്ങൾ പരിശീലിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഠനം വേഗത്തിലാക്കാനായിട്ട് സഹായിക്കും. കോൺസെൻട്രേഷൻ മെച്ചപ്പെടും. അതുപോലെ നമുക്ക് പരീക്ഷയ്ക്ക് മുൻപുള്ള ടെൻഷൻ കുറയ്ക്കാൻ പറ്റും. ആത്മവിശ്വാസത്തോടു കൂടി പരീക്ഷ എഴുതാനായിട്ട് സഹായിക്കും. അപ്പം ഈ 7 ടിപ്സും നിങ്ങൾ ട്രൈ ചെയ്യുക. ഈ ടിപ്സ് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പരീക്ഷയ്ക്ക് മറന്നു പോകുന്ന ബുദ്ധിമുട്ടുള്ള ഫ്രണ്ട്സിനും ഫാമിലിക്കും ഉപകാരപ്രദമാകുന്നുള്ള രീതിയിൽ നിങ്ങൾ അവരോടും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക.
അപ്പം അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.